അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്താൽ ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവേ, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന ദൈവശബ്ദം കേൾക്കുവാനും ഗ്രഹിക്കുവാനും അതിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങ് സഹായിക്കണമേ. വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. യേശു മുഖേന തന്നെ പിതാവേ, ആമേൻ. വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പലപ്പോഴും പലരും ഇത് വ്യാഖ്യാനിക്കാൻ മടിക്കുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. എന്നാൽ വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമാണെന്ന് മാത്രമല്ല, ഇത് നമുക്ക് നൽകുന്ന ദൂത് വളരെ ശ്രദ്ധേയമായതാണ്. സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഈ വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം നാം പഠിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഭാഗ്യവാന്മാർ എന്ന് എവിടെയൊക്കെ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നു അതെല്ലാം ഉദ്ദേശിക്കുന്നത് ബ്ലസ്സഡ് എന്നുള്ള പദമാണ്. ബ്ലസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പോൾ ഈ വെളിപാട് പുസ്തകം വായിച്ച് പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അതിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവർ, കേൾക്കുന്നവർ, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അനുഗ്രഹം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പടിപടിയായുള്ള അനുഗ്രഹങ്ങളുടെ ഒരു കയറ്റം അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് അനുഭവം ഈ പഠനത്തിലൂടെ സംഭവ്യമായി തീരുന്നു എന്ന് മനസ്സിലാക്കുക. യോഹന്നാനുണ്ടായ വെളിപ്പാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇതുപോലുള്ള ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചന പുസ്തകം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും വെളിപ്പാട് പുസ്തകം. ഇത് ഒരു അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോകാലിപ്റ്റിക് അതൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മറ നീക്കി വെളിപ്പെടുത്തുന്നത്. വേദപുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വച്ചിരിക്കുകയാണ്. അത് അന്വേഷിക്കുന്നവർ കണ്ടെത്തും. വേദപുസ്തകത്തിലെ ഈ കാര്യങ്ങളെ വെളിപാട് പുസ്തകത്തിലൂടെ ദൈവം എന്നോടും നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്, ഭൂമിയുടെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അത് സംഭവിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഘട്ടം ഘട്ടമായി പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും, ആശീർവാദമായിരിക്കും, അത് നന്മയായി തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. 3 വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരാതെ ഒന്നും നമുക്ക് വെളിപ്പെട്ട് വരില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി നൽകപ്പെട്ടിരിക്കുന്നതാണ്. ഇത് എഴുതപ്പെട്ട ഒരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അതികഠിനമായ പീഡനം ഉണ്ടായ കാലഘട്ടം, അതികഠിനമായ സഭാ പീഡനം ഉണ്ടായ കാലഘട്ടത്തിലാണ് ഈ വെളിപാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് AD 95-നും 96-നും ഇടയിൽ എഴുതപ്പെട്ടു എന്നാണ് വിചാരിക്കപ്പെടുന്നത്. റോമൻ ഭരണാധികാരിയായ നീറോ ചക്രവർത്തി ഈ അദ്ദേഹത്തെ അറിയപ്പെടുന്ന കെട്ടിടങ്ങളുടെ കൈസർ എന്നാണ്. പുതിയ പുതിയ പട്ടണങ്ങൾ ഉണ്ടാക്കുക, പുതിയ പുതിയ വീടുകൾ വയ്ക്കുക, ഇങ്ങനെ പല കാര്യം. അതിനു വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് പഴയ കെട്ടിടങ്ങളും പഴയ നഗരങ്ങളും ഒക്കെ തന്നെ കത്തിച്ചു കളഞ്ഞതിന് ശേഷം അന്നത്തെ ക്രിസ്ത്യാനികളുടെ മേൽ ഈ ഒരു കുറ്റം ആരോപിച്ചു. തൽഫലമായി ക്രിസ്തീയ സമൂഹം ധാരാളമായ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ മധ്യത്തിലാണ്, ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ മധ്യത്തിലാണ് ഈ വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത്. ഇത് നൽകുന്നത് ഒരു പ്രത്യാശയാണ്, ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആഹ്വാനമാണ്. അത് മാത്രമല്ല, ആ ഒരു കാലഘട്ടം, ഈ ഒരു കഠിനമായ പീഡന കാലഘട്ടത്തിലാണ് പത്രോസ് അപ്പോസ്തലൻ രക്തസാക്ഷിയായിത്തീരുന്നത്, പൗലോസ് രക്തസാക്ഷിയായിത്തീരുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്തിപ്പാസ് തുടങ്ങിയവർ രക്തസാക്ഷികളായി തീരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ക്രിസ്തു വിശ്വാസികൾക്ക് ധാരാളം പീഡനങ്ങൾ ഉണ്ടായ സമയത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിലേക്ക് വേണ്ടി, ശക്തിയോടുകൂടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടി നൽകുന്ന ഒരു ദൂതാണ് ഈ ഭാഗം നൽകുന്നത്. 4 വർഷമാണ് കൈസർ ഭരിച്ചത്. അതിനുശേഷം അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്യുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ദൈവത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ ആ വ്യക്തിയുടെ കൺട്രോളിനെ തന്നെ നഷ്ടപ്പെടുത്തി കളയുകയും സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഭാഗം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. പേഴ്സണലി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു,
എല്ലാ ദിവസവും ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. എല്ലാ ദിവസവും ദൈവം സംസാരിക്കുന്നു. ദൈവം പലതൊക്കെ നമ്മോട് പറഞ്ഞ് വെളിപ്പെടുത്തി തരുവാനും നമ്മോട് ഇടപെടുവാനും ആഗ്രഹിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം. നമ്മളത് ഗ്രഹിക്കുന്നതിലൂടെ ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും ഓരോ ദിവസവും. അതിനു വേണ്ടി നമ്മൾ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വിശുദ്ധ ഹൃദയത്തോടായിരുന്നാൽ മാത്രമേ ദൈവത്തെ കാണുവാനും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഗ്രഹിക്കണമെങ്കിൽ, കേൾക്കണമെങ്കിൽ നമ്മുടെ കാതുകൾ അത് ശ്രദ്ധയോടുകൂടെ അതിനു വേണ്ടി കൊടുക്കേണ്ടുന്നത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. ഓരോ ദിവസവും, എല്ലാ ദിവസവും ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. വചനത്തിലൂടെ ദൈവം നേരിട്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് മൃദുസ്വരമായി നമ്മോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത് ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകൾ ചെറുതും വലുതുമായി അനുനിമിഷം ദൈവം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതിനൊന്ന് അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹമായി അനുഭവിക്കാൻ സാധിക്കും. യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം അത് നൽകുകയാണ് ചെയ്യുന്നത്. വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് അത് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത്. യോഹന്നാൻ എന്താണ് ചെയ്യുന്നത്? അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഓരോരുത്തരും സാക്ഷീകരിക്കുന്നത്, ദൈവത്തെ വിറ്റ്നസ് ചെയ്യുന്നത്, ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലനിൽക്കുന്നത് രണ്ട് കാര്യത്തിലൂടെയാണെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാം വാക്യം വായിച്ചാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. യേശുവിനെ ഞാൻ നിങ്ങളും സാക്ഷിക്കുന്നത് യേശു എൻ്റെ എല്ലാമാണ്, എൻ്റെ ജീവന്റെ ഉറവിടമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ സാക്ഷീകരിക്കുന്നത്, അല്ലെങ്കിൽ സാക്ഷ്യമുള്ള വ്യക്തികളായി തീർന്നുകൊണ്ട് ക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വചനമാണ് ബേസ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ ആ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത്. ഒരു വ്യക്തിക്കും ആർക്കും തന്നെ ഈ വചന അടിസ്ഥാനത്തിലല്ലാതെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം, യേശു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, യേശുവിന് നമുക്ക് പകർന്നു നൽകുന്ന അനുഭവമാണ്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് താൻ കണ്ടത് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരാണ് യോഹന്നാൻ അപ്പോസ്തലൻ? വേദപുസ്തകത്തില് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നോർമലായുള്ള ഡെത്ത് അനുഭവിക്കുന്ന, സാധാരണ മരണം അനുഭവിച്ച വ്യക്തിയാണ് അപ്പോസ്തലനായ യോഹന്നാൻ. പക്ഷെ ഇദ്ദേഹത്തിന് രക്തസാക്ഷിത്വ മരണത്തിനുള്ള ധാരാളം അവസരങ്ങളുണ്ടായി. റോമൻ കാത്തലിക് ചരിത്രം, ആ കാലഘട്ടത്തിൽ സഭ മതാണല്ലോ ഉള്ളത്, ചരിത്രം പഠിക്കുമ്പോൾ വിവിധ രീതിയിലാണ് അപ്പോസ്തലനായ യോഹന്നാനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്. ഒന്നാമത് ചെയ്തത്, ഇദ്ദേഹത്തെ ഈ തടിയോട് ചേർത്ത് വെച്ചതിന് ശേഷം അറുക്കുകയാണ് ചെയ്യുന്നത്. ഈർച്ചവാളിന് മില്ലിൽ സോമില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ തടി വെച്ച് അറക്കുന്നത് പോലെ പണ്ട് കാലത്തൊക്കെ തന്നെ മുകളിലും താഴെ ആൾക്കാർ ഇങ്ങനെ തടി അറക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കുന്നവരെ കൊല്ലുന്നതിലേക്ക് വേണ്ടി കണ്ടെത്തിയിരുന്ന ഒരു മെത്തേഡാണ് തടിയോട് ചേർത്ത് കെട്ടിവെച്ചതിന് ശേഷം ഈ തടിയും ഈ വ്യക്തിയും നമ്മൾ ഇങ്ങനെ അറുക്കും. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കും തോറും അറുത്തുകൊണ്ടേയിരിക്കും. ഇദ്ദേഹത്തിന്റെ ശരീരം മുറിഞ്ഞു മാറുകയല്ല ചെയ്യുന്ന, ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇദ്ദേഹത്തെ ഒരു കാരണവശാലും കൊല്ലാനായിട്ട് പറ്റിയില്ല. ക്രിസ്ത്യാനികളെ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഉപദ്രവിക്കുമ്പോൾ ചക്രവർത്തിമാർ ചെയ്തിരുന്നത് കൊളോസിയങ്ങളുണ്ട്. ആ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കൂട്ടിവരുത്തിയിട്ട് പരസ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഇതുപോലെ യേശുവിനെ പിൻപറ്റിയാൽ നിന്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന്. എന്താണെന്നുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത് കാലത്തുള്ള റോമൻ ചക്രവർത്തിമാരെ അവർ ദൈവങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ റോമൻ ചക്രവർത്തിമാരെ ആരാധിക്കണം. പക്ഷെ ക്രിസ്തു വിശ്വാസികൾ അദ്ദേഹത്തെ ആരാധിക്കില്ല, ആ ചക്രവർത്തി ആരാധിക്കില്ല, പകരം ജീവനുള്ള ദൈവത്തെ ആരാധിക്കും. അത് രാജാവിന് ഒരു അപമാനമായതുകൊണ്ട് ഈ ക്രിസ്തു വിശ്വാസികളെ നിരന്തരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. അതിലുള്ള ഒരു മെത്തേഡായിരുന്നു ഈ ഈർച്ചവാളിന് തടിയോട് ചേർത്ത് വെച്ച് അറുത്ത് കൊല്ലുക എന്നുള്ളത്. ഇങ്ങനെ കൊളോസിയത്തിലേക്ക് കൊണ്ടുവന്ന് ധാരാളം പേർ കാവലിരിക്കുകയാണ് ഈ കൊല്ലുന്നത് കാണുന്നതിലേക്ക് വേണ്ടി. രാജാവിൻ്റെ വാളുകൊണ്ട്
മുറിക്കാനേ പറ്റുള്ളൂ, പക്ഷെ കൊല്ലാനായിട്ട് പറ്റില്ല. അദ്ദേഹം മാക്സിമം ശ്രമിച്ചു. ഓരോ പ്രാവശ്യവും അറുത്തുകൊണ്ടേയിരിക്കും. ഇത് ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഓട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ക്രിസ്തു വിശ്വാസികളായി തീർന്നു. യേശുവിനെ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. യേശുവിൻ്റെ മക്കളായി തീർന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ തൊടണമെങ്കിൽ, ദൈവത്തിൻ്റെ മകനെ തൊടണമെങ്കിൽ, ദൈവത്തിൻ്റെ മകളെ തൊടണമെങ്കിൽ അത് ദൈവം പെർമിറ്റ് ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുന്നത്. ദൈവം അനുവദിച്ചിട്ടല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലോ ഒന്നും സംഭവിക്കില്ല. ദൈവത്താൽ അല്ലാതെ, ദൈവം അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എല്ലാം നന്മയ്ക്കായി തീർക്കുന്നു. ഒരുപക്ഷെ ചില കഷ്ടതകളിലൂടെ കടന്നുപോയാലും അതിലൂടെ സഹിഷ്ണുത പഠിക്കുവാനും നന്മ കണ്ടെത്തുവാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനും പുതിയ പുതിയ പാഠങ്ങളിലൂടെ ദൈവം കരം പിടിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. 23-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മരണ നിഴലിന്റെ താഴ്വരയുടെ കൂടെ ഞാൻ കടന്നുപോയാലും ഒന്നും പേടിക്കുകയില്ല. കാരണം അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആശ്വാസമുണ്ട്, ബലമുണ്ട്. കഷ്ടത വരില്ല, പ്രതിസന്ധി വരില്ല, പ്രതികൂലം വരില്ല എന്നല്ല കർത്താവ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഇവയുടെ മധ്യത്തിലെല്ലാം തന്നെ നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഗോഡ് ഈസ് വിത്ത് us എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം നമുക്ക് നൽകുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ ഒന്നാമത് കൊല്ലാനായിട്ട് ശ്രമിച്ചത് ഈർച്ചവാൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിട്ട് മുറിച്ചെടുക്കാൻ നടന്നില്ല. രണ്ടാമത് ചെയ്തത് ഈ എണ്ണ തിളപ്പിക്കും. നല്ല രീതിയിൽ വലിയ പാത്രത്തിൽ വെച്ച് എണ്ണ തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇട്ടു. നമ്മൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്നത് പോലെ യോഹന്നാൻ അപ്പോസ്തലൻ്റെ ഫ്രൈ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. എണ്ണ നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരുമ്പോൾ എടുത്തിട്ടു. യോഹന്നാൻ അപ്പോസ്തലൻ അതിനകത്ത് കിടന്നിട്ട് പറഞ്ഞു, ഭയങ്കര തണുപ്പായിരിക്കുന്നു, ആരെങ്കിലും ഒരു കമ്പിളി പുതപ്പ് തരുമോ, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. തിളച്ച എണ്ണയിലേക്ക് കൊണ്ടിട്ടു, പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. എബ്രായ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസത്താൽ അവർ തീയുടെ ശക്തിയെ കെടുത്തി കളഞ്ഞു. തീക്ക് വ്യക്തികളെ കൺസ്യൂം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിനകത്ത് ഇടുന്ന വസ്തുവകകളെ അത് കത്തിച്ച് കളയാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ വിശ്വാസത്താൽ ആ ശക്തി നഷ്ടപ്പെട്ടു പോയി. തിളപ്പിച്ച എണ്ണയ്ക്ക് അതിനകത്തേക്ക് ഇടുന്ന വസ്തുവകകളെ പൊള്ളിച്ചു കളയാനുള്ള, കരിച്ചു കളയാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ ഇടപെടലിനാൽ അത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ആ പ്രതിസന്ധികൾക്ക് എല്ലാം നമ്മളെ തകർക്കാനായിട്ട് സാധിക്കില്ല. പകരം നമ്മളെ കരുത്തുള്ളവരാക്കി തീർക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എൻ്റെ ജീവിതത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലായാലും. തുടർന്ന് അവിടെയും ഈ ക്രിസ്തുവിൻ്റെ നാമം അപമാനപ്പെടുകയല്ല, പകരം യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ചിലരെയൊക്കെ മരിക്കാൻ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ കർത്താവ്. ചിലരെയൊക്കെ രക്തസാക്ഷികളായി തീരുവാൻ അനുവദിച്ചിട്ടുണ്ട്. ചിലരെയൊക്കെ കഷ്ടതകളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. ചിലരുടെയൊക്കെ ജീവിതങ്ങളെ പ്രതിസന്ധികളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ടിട്ടുണ്ട്. ഏതവസ്ഥയിലൂടെ ദൈവം കടന്നു പോകാൻ അനുവദിച്ചാലും അതിലൂടെ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ഗോഡ് ഹാസ് എ പർപ്പസ് അബൌട്ട് അവർ ലൈഫ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർണ്ണമായി നടപ്പിലാകും. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കാൻ സാധിക്കണം. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നടപ്പിലാകുവാൻ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സമർപ്പണം ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ രക്തസാക്ഷിത്വ മരണം വരിച്ചപ്പോഴേക്കും യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചുള്ള ദൈവത്തെ പദ്ധതി അവസാനിച്ചിട്ടില്ലായിരുന്നു. യോഹന്നാന് ഈ ദൈവത്തിൻ്റെ വെളിപ്പാട് നൽകണമായിരുന്നു. അതുകൊണ്ട് തുടർന്ന് അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ഈ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത് ആൾക്കാർ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ നാട് കടത്തുവാനായിട്ടുള്ള സ്ഥലമാണ്. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കണം. കൊല്ലുവാനായിട്ടാണ് കൊണ്ടിട്ടത്. പക്ഷെ ദൈവം കണ്ടെത്തിയത്, ദൈവത്തിന് ഈ യോഹന്നാൻ അപ്പോസ്തലനെ ഒറ്റയ്ക്ക് വേണമായിരുന്നു. രാജാവ് അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അവനോട്, തൻ്റെ ദാസനോട് സംസാരിക്കുവാനുള്ള, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നൽകുവാനുള്ള ഒരു സ്പേസ് ആയിട്ട് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ നമുക്ക് ദോഷമായിട്ട് ചെയ്യുന്ന, അനർത്ഥമായിട്ട് ചെയ്യുന്ന എല്ലാം അനർത്ഥമായിട്ട് ഭവിക്കുകയില്ല. ദൈവത്താൽ അത് ബ്ലെസ്സിങ് ആയി തീരും. ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എല്ലാം തിന്മയാക്കി മാറ്റുകയില്ല, പകരം തിന്മ പോലും നന്മയാക്കി തീർക്കും. വേദപുസ്തകം നിറച്ച് വാഗ്ദത്തങ്ങൾ വിശ്വസിക്കണം. വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ എത്രത്തോളം വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. വേദപുസ്തകത്തിലൊരു മനോഹരമായൊരു വാഗ്ദത്വമാണ്, നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല.
നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഒന്നാണത്. നിനക്കെതിരായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ, പേഴ്സണലായുള്ള ലൈഫിൽ, ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, തകർന്നു പോകുമെന്ന് ചിന്തിച്ചുള്ള സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ ഈ വാഗ്ദത്തം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങും. നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടാകും, ഒരു ചിരി ഉണ്ടാകും. ഈ ഈ ഈ നമുക്കെതിരെ വരുന്ന ഓരോന്നിനും ഓർത്ത് അതിനെ നോക്കി ചിരിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം അതെനിക്ക് ദോഷമായി ഭവിക്കുകയില്ല, പകരം അത് നന്മയായി ഭവിക്കുന്ന അനുഭവം ഉണ്ടാകും. എത്ര അനുഭവങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ധാരാളം അനുഭവങ്ങൾ. അനുനിമിഷം ദൈവം നമ്മളങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാനും അത് പിൻപറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ നന്മയാക്കി മാറ്റുവാൻ ദൈവത്തെ കൊണ്ട് സാധിക്കും. മനുഷ്യൻ തിന്മയ്ക്കായിട്ട് നിരൂപിക്കുന്നു, ദൈവം അത് നന്മയ്ക്കായി മാറ്റുന്നു. ജോസഫ് അതല്ലേ പറയുന്നത്, സഹോദരന്മാരോട് പറയുന്ന, സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് തിന്മയ്ക്കായിട്ട് പല പദ്ധതികളും ചെയ്തു, പക്ഷേ ദൈവമോ നിങ്ങൾക്ക് തിന്മകളുടെ പദ്ധതികളെല്ലാം തന്നെ നന്മയാക്കി മാറ്റി. ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നന്മയാക്കി മാറ്റുവാൻ പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുക, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. എല്ലാ തിന്മയുടെ അനുഭവങ്ങളും, എല്ലാ ദോഷത്തിന്റെ അനുഭവങ്ങളും, എല്ലാ അന്ധകാരത്തിന്റെ അനുഭവങ്ങളും ബ്ലെസ്സിങ് ആയി മാറും. ഒരു ബ്ലെസ്സിങ് ആയി തീരുന്ന അനുഭവം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലനെതിരായിട്ട് പല പദ്ധതികളും ചെയ്തു, പക്ഷെ ആ പദ്ധതികളെല്ലാം തന്നെ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല, പകരം അത് ബ്ലെസ്സിങ് ആയി തീരുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് യോഹന്നാന് ഒരു രക്തസാക്ഷിത്വ മരണം വരിക്കേണ്ടി വന്നില്ല എന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സിലാക്കൽ ഇങ്ങനെയാണ്. ക്രൂശിൻ്റെ യേശുവിനെ ക്രൂശീകരിച്ച സമയത്ത് ഒരൊറ്റ ശിഷ്യൻ മാത്രമേ ക്രൂശിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പോസ്തലനായ യോഹന്നാനാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒളിച്ചോടിപ്പോയി. പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് യേശുവിനെ അറിയാമോ? അയ്യോ, ഏത് യേശു എന്നാണ് ചോദിക്കുന്നത്. എവിടുത്തെ യേശു? അയ്യോ, എനിക്ക് അറിഞ്ഞേ കൂടാന്നാണ് പറഞ്ഞത്. ഒരല്പം തീ കായുന്നതിലേക്ക് വേണ്ടി ഒരു ബാല്യക്കാരത്തിയായ സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ പരിപൂർണമായി പുച്ഛിച്ച് തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ചില ലോകപരമായുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ തണുപ്പിൽ അല്പം ചൂട് കിട്ടുന്നതിലേക്ക് വേണ്ടി, ചില കൊച്ചു നേട്ടങ്ങൾക്ക് വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ യേശുവിനെ അറിയുന്നില്ല, ക്രിസ്തുവിനെ അറിയുന്നില്ല, സഭയെ അറിയുന്നില്ല, സഭക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട് യേശുവിനെ. പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ച പത്രോസ് ഉൾപ്പെടെ വരെയുള്ളവരുണ്ട്. പക്ഷെ യോഹന്നാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, എന്തോ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിൻ്റെ അരികിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ തന്നെത്താൻ ത്യജിച്ചവർക്ക് മാത്രമേ യേശുവിൻ്റെ പിന്നാലെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപമാനം സഹിച്ചുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന യേശുവിനോടൊപ്പമായിരുന്ന യോഹന്നാൻ അവൻ്റെ ജീവിതയാത്രയിൽ അവന് ക്രൂശ് മരണമോ അല്ലെങ്കിൽ മറ്റൊരു പീഡന രക്തസാക്ഷിത്വ മരണമോ അല്ല അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു നോർമൽ ഡെത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്ന അനുഭവമാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ദൈവം നമ്മെ വഴി നടത്തുമ്പോൾ ദൈവത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ പഠനം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ദൂത് ഇതാണ്: ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം ദൈവം എന്നെയും നിങ്ങളെ വഴി നടത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം ദൈവം നമ്മെ വഴി നടത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം ദൈവം നമ്മെ വഴി നടത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലോചനകൾ അനുഭവിപ്പാനും ദൈവത്തെ കൃപകൾ അനുഭവിപ്പാനും ദൈവസ്നേഹം അനുഭവിപ്പാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. നമ്മളൊരു ബ്ലെസ്സിങ് ആണ്, ബ്ലെസ്സഡ് ആണ്. ഇതിലെഴുതിയിരിക്കുന്ന വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവർ വായിച്ച് കേൾപ്പിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ചെറുപ്പകാലത്ത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് അത് വായിച്ച് കേൾപ്പിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ ഉറച്ചു വായിക്കും. കാരണം എനിക്ക് അനുഗ്രഹം വേണം. ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് അനുഗ്രഹങ്ങളാണെങ്കിൽ ആ അനുഗ്രഹം എനിക്ക് വേണം. നമുക്ക് എല്ലാവർക്കും ഒരു തീവ്രമായൊരു ആഗ്രഹം ഉണ്ടാകണം. സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും നിങ്ങളും അവകാശികളാണ്. വെളിപാട് പുസ്തകം ഉറക്കെ വായിക്കുന്നതിലൂടെ, വായിച്ച് കേൾപ്പിക്കുന്നതിലൂടെ അനുഗ്രഹം പ്രാപിക്കുമെങ്കിൽ ആ അനുഗ്രഹം എനിക്ക് വേണം. അവർ തീവ്രമായ ആഗ്രഹത്തോടുകൂടെ വായിക്കുവാനും വായിച്ച് കേൾപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അത് മാത്രമല്ല, അത് കേൾക്കുന്നത് ആവശ്യമാണ്. കേൾക്കണം. വായിച്ച് കേൾപ്പിക്കുക മാത്രമല്ല, അത് കേൾക്കണം. എന്താണെന്ന് ലിസൺ ചെയ്യണം. വെളിപാട് പുസ്തകത്തിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ പറയുന്ന ഒരു വാക്യമുണ്ട്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ സാധിക്കണം, ശ്രദ്ധയോടെ കേൾക്കാൻ സാധിക്കണം, ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കാൻ സാധിക്കണം.
അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധയോടുകൂടെ കേൾക്കുവാനുള്ള ദാഹം നമുക്കുണ്ടാകണം. ദൈവം എന്നോടും നിങ്ങളോട് ഇടപെടുന്നത് ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുവാനുള്ള ഉത്സാഹം നമുക്കുണ്ടാകണം. അപ്പൊ കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കണം. ദൈവം പറയുന്നത് കേട്ടാൽ അത് നന്മയാണ്, അനുഗ്രഹമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നവരാണ്. അത് പ്രമാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയും പ്രമാണിക്കാനായിട്ട് പരിശ്രമിക്കുകയും പ്രമാണിക്കുന്നവരുമാണ്. ചിലപ്പോൾ തെറ്റുപറ്റും, വീണ് കിടക്കുകയല്ല ചെയ്യുന്നത്, എഴുന്നേറ്റ് വീണ്ടും മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടലിൽ നിന്നുകൊണ്ട്, കർത്താവെ, തിരുവചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതിനൊത്തവണ്ണം ജീവിപ്പാനും എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. അങ്ങനെ ആയിത്തീരുമ്പോൾ ഞാനും നിങ്ങളും ബ്ലെസ്സിങ് ആയിത്തീരും, ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായിത്തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒത്തവണ്ണം അപ്പോസ്തലനായ യോഹന്നാനെ ദൈവം ഉപയോഗിച്ചതുപോലെ എൻ്റെ ജീവിതത്തെ ഉപയോഗിക്കണമേ എന്നുള്ള സമർപ്പണത്തോടെ ആയിരിക്കാം. കർത്താവെ, വെളിപാട് പുസ്തകത്തിൻ്റെ പഠനത്തിലൂടെ എനിക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ ആ അനുഗ്രഹം എനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടും സമർപ്പണത്തോടും നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.